നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലണ്ട് എങ്ങനെയാണ് കളി തോറ്റത്? ഇത് തോമസ് തുഷൽ ചോദിച്ചു വാങ്ങിയ തോൽവിയാണ് എന്ന അഭിപ്രായമാണ് വെയിൻ റൂണി കളിക്ക് ശേഷം പങ്കുവച്ചത്. മിക്ക ഇംഗ്ലീഷ് ആരാധകരുടെയും അതുപോലെ ഇംഗ്ലണ്ട് ഫുട്ബോൾ എക്സ്പേർട്ടുകളുടെയും മുൻ താരങ്ങളുടെയും ഒക്കെ അഭിപ്രായം അതാണ്. ഇവൻ ഹാരി കെയ്ൻ പോലും, അവരുടെ നിലവിലെ ടീമിൻ്റെ നായകൻ പോലും കളി കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ, ഒറ്റ ഗോൾ ലീഡും വെച്ച് അതിൽ കടിച്ചു തൂങ്ങി അത് ഹോൾഡ് ഓൺ ചെയ്ത് ഈ ലെവലിൽ കളിച്ച് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്താൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല എന്ന്. അപ്പോൾ ടാക്ടിക്സ് എവിടെയോ പാളി എന്ന് ടീമിലെ അംഗങ്ങൾക്ക് പോലും അഭിപ്രായമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കണക്ക് ഞാൻ പറയട്ടെ, ഞെട്ടിപ്പോകരുത്. അതായത് ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഗോൾ മുതൽ അർജൻറ്റീന വിജയിച്ച അവരുടെ രണ്ടാം ഗോൾ വരെയുള്ള ആ ഒരു സമയത്ത് 88% ബോൾ പൊസിഷൻ അർജൻറ്റീനയുടെ കാലുകളിലാണ്. അപ്പോൾ ഇംഗ്ലണ്ട് എവിടെ കളിച്ച്? മാത്രമോ 266 പാസസാണ് അർജൻറ്റീന ആ സമയത്ത് പരസ്പരം കൈമാറിയത്. ഇംഗ്ലണ്ട് എത്രയാണെന്നറിയോ ആ സമയത്ത് കൊടുത്ത പാസുകളുടെ എണ്ണം? 38. ഇതിലുണ്ട് എല്ലാം. ഫ്രം ഇംഗ്ലണ്ട് ഗോൾസ് ടു അർജൻറ്റീന സെക്കൻഡ് ഗോൾ, ദി ആൽബി സെലസ്റ്റെ ഹാഡ് 88% ഓഫ് പൊസിഷൻ വിത്ത് 266 പാസസ് എഗെയിൻസ്റ്റ് 38. ഒപ്റ്റയുടെ കൃത്യമായ കണക്കാണിത്. വേറെ അന്വേഷിച്ച് പോണ്ട കളി എവിടെയാണ് തോറ്റത് എന്ന്. മധ്യനിരയിലെ താരങ്ങളെപ്പോലും പിൻവലിച്ചുകൊണ്ട് ഡിഫൻഡർമാരെ ഇറക്കിയിട്ട് അർജൻറ്റീനയെ തടഞ്ഞു നിർത്താമെന്ന് കരുതിയ തോമസ് ടൂഷലിൻ്റെ തന്ത്രങ്ങൾക്കേറ്റ തിരിച്ചടിയാണിത്. കളിയുടെ കണക്ക് നോക്കിയാൽ നമുക്കറിയാലോ, ഹാഫ് ടൈം വരെ ഒരു ഷോട്ടും ആരും ഇല്ല. ആദ്യത്തെ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ ഷോട്ടേ ഇല്ല. ഹാഫ് ടൈം വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഷോട്ടുണ്ടോ, ഷോൺ ടാർഗറ്റ് ഷോട്ടുകളില്ല. അങ്ങനെ പോയൊരു കളിയാണ്. എന്നിട്ട് രണ്ടാം പകുതിയിൽ ഗോൾ ഇടിച്ചിട്ട് കളി കയ്യിൽ കിട്ടിയിട്ട് കളി അങ്ങ് പൂർണ്ണമായും സീൽ ചെയ്യാൻ വേണ്ടി അടുത്ത ഗോളിന് പരിശ്രമിക്കാതെ ഡിഫെൻഡ് ചെയ്യാൻ പോയിടത്ത് പാളി. കണക്കുകൾ നോക്കിയാലും എല്ലാം വ്യക്തമാണ്. ഇംഗ്ലണ്ടിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾ എത്രയെന്നറിയോ? 0.53. അർജൻറ്റീനയുടെ 1.84. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഇംഗ്ലണ്ട് എടുത്തത് 5 ഷോട്ടുകൾ, 2 എണ്ണം മാത്രം ഓൺ ടാർഗറ്റ്. ആകെ കളിയിൽ ഇംഗ്ലണ്ട് എടുത്ത ഷോട്ടിൻ്റെ എണ്ണ പറഞ്ഞത് 5 എണ്ണം, അർജൻറ്റീന 15 എണ്ണം, 5 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക്. ബിഗ് ചാൻസുകൾ ഇംഗ്ലണ്ട് 1, അർജൻറ്റീന 3. ഓപ്പോസിഷൻ ബോക്സിലെ ടച്ചുകൾ ഇംഗ്ലണ്ട് 7, അർജൻറ്റീന 28. അർജൻറ്റീന ഫൗൾ ചെയ്തിട്ടുണ്ട് ആദ്യ പകുതിയിലേക്ക്, 12 ഫൗളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ ടോട്ടൽ ഫൗൾ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടും അത് വിട്ടുകൊടുത്തിട്ടില്ല. 11 ഫൗൾ ഇംഗ്ലണ്ടും 15 ഫൗൾ ഇംഗ്ലണ്ടുമാണ് ഫൈനലി. പൊസിഷൻ വരുമ്പോൾ ഫൈനലായിട്ട് നോക്കുമ്പോൾ 36% പൊസിഷൻ ഇംഗ്ലണ്ടും 64% പൊസിഷൻ അർജൻറ്റീനയും. അപ്പോൾ അതിൽ ആ ഒരു ഫേസിൽ, അതായത് 55 മിനിറ്റ്, ഒരു 60 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെയുള്ള 10-30 മിനിറ്റിലധികം സമയം 88% ബോൾ പൊസിഷൻ അർജൻറ്റീന കൈവശം വെച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്താ തപ്പി പോവേണ്ടത്? മെസ്സിയെ പോലെ ഒരാളവിടെ ഉണ്ടാവുമ്പോൾ അയാളെ ഗോളടിക്കാൻ വിടണ്ട, നിങ്ങൾ വിടണ്ടെന്നേ. ഗോളിലേക്കുള്ള വഴി ഒരുക്കാൻ അയാൾക്കറിയാം. അയാൾ അത്രയും മികച്ച ഒരു പ്ലേ മേക്കർ കൂടിയാണ്. എൻസോ ഇംഗ്ലണ്ടിന് വേണ്ടി ഇംഗ്ലണ്ടിൻ്റെ വലയിലേക്ക് വെടിച്ചില് ഗോളങ്ങ് അടിച്ചു കയറ്റി. 104 ടച്ചുകൾ, 1 ഗോള്, 1 കീ പാസ്, 4 ഷോട്ടിൽ 1 ഓൺ ടാർഗറ്റ്. മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. പിന്നെയോ മെസ്സിയുടെ കാര്യം ഈ വേൾഡ് കപ്പിൽ മെസ്സിക്ക് 12 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ആയി. ഗോളേ ഉള്ളൂ, അസിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ തിരുത്തി. 8 ഗോളും 4 അസിസ്റ്റുമായി 12 എണ്ണം. മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെൻറ്റ് ഇൻ എ സിംഗിൾ വേൾഡ് കപ്പ് സിൻസ് 1966. ഓൺലി ഗെഡ് മുള്ളർ മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്, 10 ഗോളും 3 അസിസ്റ്റും. 1970 ഇതാ മെസ്സി 8 ഗോളും 4 അസിസ്റ്റുമായിട്ട് 12 എണ്ണം. ലിയോ മെസ്സി ഒപ്പത്തിനൊപ്പം പിടിക്കുന്ന കാഴ്ചയാണ്. എല്ലാ റെക്കോർഡുകളും അദ്ദേഹം തിരുത്തി കുറിക്കണം. ഇനി ഒരു കണക്ക് ഞാൻ പറയട്ടെ. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ, വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ 9+ സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ, 1-ലധികം നോക്കൗട്ട് മത്സരങ്ങളിൽ വേൾഡ് കപ്പിൽ സ്വന്തം പേരിൽ കുറിച്ച 2 പേരേ ഉള്ളൂ. രണ്ടാമൻ മെസ്സിയ, ഒന്നാമനാരാ? മറഡോണയാണ്. മൈക്കലിസർ പറഞ്ഞില്ലേ, മറഡോണ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ആരെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ ലിയോ മെസ്സിയാണെന്ന്. അതെ, അത് തന്നെയാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഡിയേഗോ മറഡോണ. 1986 വേൾഡ് കപ്പിൽ ഉറുഗ്വായ്ക്കെതിരെ 10 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ. അടുത്ത കളിയിൽ ഇംഗ്ലണ്ടിനെതിരെ വീണ്ടും 10 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ. ലിയോ മെസ്സി നോക്കുക, 2010 ജർമ്മനിക്കെതിരെ 9 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ. ഇത് 2026 ഇംഗ്ലണ്ടിനെതിരെ
9 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ. സോ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഒന്നിലധികം മത്സരങ്ങളിൽ സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ നേടിയിട്ടുള്ള 2 അതായത് 9 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ നേടിയിട്ടുള്ള 2 താരങ്ങൾ, അതിൽ ഒരാൾ ലിയോ മെസ്സിയും ഒരാൾ ഡിയേഗോ മറഡോണയുമാണ്. സോ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തുഷലിന് പാളി. മെസ്സിയെയും സംഘത്തെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോന്നൊരു സംശയം. ബസ് പാർക്ക് ചെയ്തുകൊണ്ട് അവരെ പിടിച്ചു വെക്കാമെന്ന്. അവിടെ മെസ്സി ഉണ്ടോ, ഗോളിലേക്കുള്ള വഴി എങ്ങനെയെങ്കിലും തുറക്കപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അത് മെസ്സിയാണ്, മജീഷ്യനാണ്. ഹീസ് എ മജീഷ്യൻ. എന്തും ചെയ്ത് കളയും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.